ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് നമ്മളുടെ 29ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ 29ാമത്തെ നോമ്പാണ്. അപ്പോൾ ചിലപ്പോൾ നാളെ പെരുന്നാളാവും, അല്ലെങ്കിൽ മറ്റന്നാളാവും, അറിയില്ല. ഇന്ന് രാത്രി അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. കാരണം നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും രാത്രി ആകുമ്പം കുറച്ച് ടൈം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മറ്റന്നാളാണെങ്കിൽ ഇന്ന് തറാവി ഉണ്ടാവും, നാളെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ തിരക്കുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ലാബിലാണ് ഇപ്പോൾ ഉള്ളത്. വണ്ടി പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ പാച്ചുവിനെയും കൊണ്ടുവന്ന് ബാർബർ ഷോപ്പ് പോയി നോക്കി. പക്ഷെ ഭയങ്കര തിരക്കാണ്, ഓനെ മുടി വെട്ടാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ ഓല് പറഞ്ഞു ഇനി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓനെ വീട്ടിൽ തന്നെ ആക്കി കൊടുത്ത് ഞാനിപ്പോൾ ലാബിലെത്തി. ഇപ്പം ഞാൻ ഈ നഖത്തിൽ ഓൾറെഡി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു നമ്മളെ മറ്റേ ശർക്കര മൈലാഞ്ചിയാണ്. അപ്പോൾ ഒരു 4 പ്രാവശ്യമൊക്കെ ഇപ്പം ഞാൻ ഇടുന്നു, കളറൊന്ന് നോർമലാകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ വെച്ചാൽ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇടാന്ന്. ഞാൻ സിമ്പിൾ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, എന്നാൽ ഹെവി വർക്ക് ആരെങ്കിലും ഇട്ടെന്നാൽ അതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്ക് മൈലാഞ്ചിയുടെ അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ കൈമൊക്കെ ഞാൻ മൈലാഞ്ചി ഇടും. പിന്നെ കുട്ടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കും, നോക്കിയാണ്ടൊക്കെ കുറച്ചൊക്കെ ചെറുതായിട്ട്, അല്ലാതെ അതിൽ എക്സ്പേർട്ടൊന്നുമല്ല. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഇട്ട് തരാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ ഇപ്പോൾ പ്രത്യേകിച്ച് ആരും ഇട്ട് തരാനില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇടാം. കാണാതെ മനസ്സിന്ന് ഓരോ ഡിസൈൻ എടുത്തിടാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതിലെന്തെങ്കിലും ഡിസൈന് ഫോണിൽ നോക്കും, എന്നിട്ട് അങ്ങനെ ഇടാറാണ് ചെയ്യല്. പിന്നെ ഒരു സിംഗും കൊണ്ട് ലാബിൽ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ പെരുന്നാൾ ഒരുക്കങ്ങൾ എവിടെയായി എന്ന് പറയാം. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വലിയ പെരുന്നാളൊന്നും ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ ഉള്ളതിൽ നല്ലത് കൊടുത്ത് നല്ല ഭക്ഷണം കഴിച്ച് പെരുന്നാൾ എപ്പോഴും സന്തോഷത്തോടെ കഴിയണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഒരു പരിപാടി എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ പരിപാടി ഒന്ന് ഏതെങ്കിലും ഒരു പിക്ചർ നോക്കട്ടെ, ഏതാണ് ഇപ്പോൾ എനിക്ക് പറ്റുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ബ്ലഡ് എടുത്ത് വന്നു. ഇനി ഇത് ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ മെഹന്തി ഡിസൈൻ നോക്കട്ടെ. ഈ കൈൻ്റെ പുറത്താണ് അകത്താണ് ആദ്യം ഇടുക? പുറത്തിടുക. അപ്പം തിരഞ്ഞ് ഒരു ഡിസൈന് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഇനി ഇതിട്ട എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പൊ ഞാൻ കൈയിൻ്റെ ബാക്ക് കഴിച്ചിട്ടുണ്ട്. സംഭവം കുറച്ച് പാടിയെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ മൈലാഞ്ചി പൊട്ടിച്ചത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് വന്നത്. അപ്പോൾ എന്താ എന്നാലും കുഴപ്പമില്ലല്ലേ കാണാൻ കണ്ടിട്ട്. അപ്പം എൻ്റെ കൈയിൻ്റെ പുറത്ത് മൈലാഞ്ചികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മൾ മൈലാഞ്ചിയുടെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ടെസ്റ്റ് വന്നു, പിന്നെ ഞാൻ നിർത്തി. അപ്പോൾ ഇവിടെ ഉള്ള ഉണങ്ങിയിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ നോക്കി കൈ നിറച്ച് മൈലാഞ്ചി ആക്കിയിരിക്കണ്. ഈ 2 പേരിൽ ഞാൻ ഒഴിച്ചിട്ട് എനിക്ക് പോകുമ്പോൾ ബ്രേക്ക് പിടിക്കാനാണ് കേട്ടോ. ഞാൻ ഇതിപ്പം സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഈ മൈലാഞ്ചി ഇടാനറിയാത്തോല് എന്തെങ്കിലുമൊക്കെ കാട്ടി വരച്ച് അവസാനം കൈ നിറയണ ഒരവസ്ഥയാണ്. നമുക്കൊരു പ്ലാനൊന്നും ഇല്ലല്ലോ, വരയ്ക്കല്ലേ. അപ്പം അങ്ങനെ എന്തായാലും കൈ നിറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചത് കേട്ടോ. ഇപ്പൊ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അപ്പൊ നമ്മളെ ഇവന് മുടി വെട്ടിയിട്ടില്ല. പണിക്കൊല്ലത്തെ അവസാനത്തെ നോമ്പാണെന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തെ വിഭവങ്ങളും പറയാം. പിസ്ത ആണ്, വെള്ളം. പിന്നെ എനിക്ക് എപ്പോഴും ഈ ബത്തക്കന്റെ ജ്യൂസാണ് ഇഷ്ടം. അപ്പൊ അത് ഇങ്ങനെ ക്രഷ് ചെയ്താക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കുറച്ച് സമൂസയും, പിന്നെ ഇത് കാരക്ക പൊരിയാണ്, പിന്നെ നമ്മൾ ഈത്തപ്പഴം ഉണ്ട്, തരി ഉണ്ട്, ബാക്കി കുറേ ഗ്ലാസ് ഒക്കെ കൊടുന്ന് വെച്ചിരിക്കണ്. എളുപ്പമാണ്. ഇപ്പോൾ സമയം 35 ആവാനായി.
നമ്മളെ തരി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ എന്താ അറിയില്ല, ഇന്ന് ലാസ്റ്റ് ആണോ നാളെയും കൂടി ഒരു നോമ്പും കൂടി നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറക്കാൻ നിൽക്കുകയാണ്. ക്ലാസ്സിലെ വള്ളേ രാത്രി പാച്ചൻ്റെ മുടി വെട്ടാൻ നടന്നില്ലല്ലോ. അപ്പോൾ പിന്നെ രാത്രി ഞാൻ അവനെയും കൊണ്ട് സുൽത്താൻപടിക്ക് വന്ന് ഒന്ന് മുടി വെട്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മുടി നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നത് ക്ലിയർ ആക്കാതെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക. അപ്പോൾ ഞാൻ വീണ്ടും വന്ന് അവൻ്റെ മുടിയൊക്കെ എന്തായാലും വെട്ടി റെഡിയാക്കിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത് കേട്ടോ. കാക്കുൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് എപ്പോഴും മുടി വെട്ടണേ. ഞാനും സോനുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. എവിടെ അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് പരിപാടി, മൂക്കിലൊരു നോസ് സ്ട്രിപ്പും കൂടി ഒട്ടിച്ച് പറിച്ച് എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണ് കിടക്കണം കേട്ടോ. ഇൻഷാ അല്ലാ നാളെ പെരുന്നാൾ നല്ല രീതിയിലാവട്ടെ. അപ്പം നാളെ എൻ്റെ ഈദ് വ്ളോഗ് എല്ലാവരും കാണുന്ന അടിപൊളിയാണ്. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.